ഹലോ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു അയന അബിയാഷ് വേൾഡ്. വളരെ എളുപ്പത്തിൽ എങ്ങനെ ബ്രൗണി ഉണ്ടാക്കാം എന്നുള്ള റെസിപ്പി ആയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ ഞാൻ ഒരു അരക്കപ്പ് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. നമുക്കൊരു പാൻ ചൂടാക്കി അതിലേക്ക് ഒരു 5 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഈ ഓയിലൊന്ന് നന്നായി ചൂടായതിന് ശേഷം ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഞാനൊരു അളവിനിങ്ങ് എടുത്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 1.5 ടേബിൾ സ്പൂൺ കണക്കാക്കി തന്നെ എടുക്കാം. അപ്പോൾ ഇത് നന്നായി ചൂടാക്കുക. ബട്ടറൊക്കെ നന്നായി മെൽറ്റായതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള ചോക്ലേറ്റ്, അരക്കപ്പ് ചോക്ലേറ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചോക്ലേറ്റ് ഇതിലേക്ക് ആഡ് ചെയ്യുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇട്ട് കൊടുത്താൽ മതി. കാരണം നന്നായി ചൂടായിരിക്കുന്ന എണ്ണയാണ്, അപ്പോൾ ഫ്ലെയിമിൻ്റെ ആവശ്യമില്ല. എന്നിട്ട് നന്നായിട്ടൊന്ന് മെൽറ്റാക്കുക ചോക്ലേറ്റ്. ഇനി മിക്സ് ഇവിടെ നിന്നൊന്ന് ചൂടാകുന്നുണ്ട്. അപ്പോഴേക്കും നമുക്ക് ബ്രൗണി ഉണ്ടാക്കാനുള്ള കേക്ക് ടീൻ ഒന്ന് റെഡിയാക്കി വെക്കാം. ബട്ടർ പേപ്പർ എപ്പോഴും കട്ട് ചെയ്യുമ്പോൾ നമുക്ക് പുറത്തേക്ക് ബ്രൗണി എടുക്കാനുള്ള ആ ഒരു രൂപത്തിൽ വേണം കട്ട് ചെയ്തെടുക്കാൻ. അപ്പോൾ അങ്ങനെ ഒന്ന് ചെയ്തെടുക്കുക. പിന്നെ കുറച്ച് ഓയിൽ പുരട്ടി നമുക്ക് ബട്ടർ പേപ്പർ ഒന്ന് കേക്ക് ടീനിലും സെറ്റ് ചെയ്ത് വെക്കാം. ബ്രൗണി ഉണ്ടാക്കുന്നത് ഓവനിലല്ല, അതുകൊണ്ട് തന്നെ ഈ കേക്ക് ടീൻ വെക്കാനുള്ള ഒരു പാത്രം നമ്മൾ പ്രീഹീറ്റ് ചെയ്തെടുക്കേണ്ടതുണ്ട്. അപ്പോൾ അത്യാവശ്യം വലിയൊരു പാത്രം തന്നെ ഞാൻ എടുത്തിട്ടുണ്ട്. ഇതൊരു 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യാൻ വെക്കണം. ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഇനി നമുക്ക് ഈ ബാറ്റർ ഒന്ന് റെഡിയാക്കി എടുക്കാം. നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഓയിലും ബട്ടറും ചോക്ലേറ്റും ഉള്ളതാണ് ഇത്. ഇനി ഇതിലേക്ക് നമുക്ക് 1 കപ്പ് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. നല്ല പൊടിച്ച ഷുഗറാണ് ആഡ് ചെയ്യുന്നത്. 1 കപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ ഷുഗർ പൗഡർ ഇതിൽ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് വേണ്ടത് 2 മുട്ടയാണ്. അപ്പോൾ 1 മുട്ട ആദ്യം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഈ ബാറ്ററിൽ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നമുക്ക് ഓരോ മുട്ടയായിട്ട് ഇട്ടാൽ മതി, ഒരുമിച്ച് ഇടണ്ട. അപ്പോൾ ഒന്ന് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമുക്കിതിന് ബീറ്ററിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. വിസ്ക് കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ അടുത്ത മുട്ടയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ് കേട്ടോ ഇത്. നമുക്ക് ഒരുപാട് പാത്രങ്ങളോ ഒന്നും ചിലവില്ല. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന, ആർക്ക് വേണം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. നമ്മളൊരു തവണ എങ്കിലും ഉണ്ടാക്കി നോക്കിയാൽ മനസ്സിലാവും. പിന്നെ ഇതിലേക്കൊരു കുറച്ച് വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ മതിയാവും. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 1/4 കപ്പ് മൈദ, പിന്നെ ഒരു 1/4 കപ്പ് കൊക്കോ പൗഡറാണ്. അപ്പോൾ ഞാനിവിടെ എങ്ങനെ എടുത്തതെന്ന് വെച്ചാൽ ഒരു 1 കപ്പ് എടുത്തിട്ട് അതിലൊരു 1/4 ഭാഗം മൈദയും 1/4 കപ്പ് കൊക്കോ പൗഡറുമാണ്. ഇനി മൈദയും കൊക്കോ പൗഡറും കൂടി ബാറ്ററിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മൈദയും കൊക്കോ പൗഡറും ഇട്ട ശേഷം നമുക്ക് സ്പാച്ചുല വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നന്നായിട്ടൊന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ടിന്നിലേക്ക് ഈ ഒരു ബാറ്റർ മാറ്റി കൊടുക്കാം. അപ്പോൾ നേരത്തെ നമ്മൾ ഓയിലൊക്കെ പുരട്ടി വെച്ച് കേക്ക് ടിന്നിലേക്ക് ഈ ബാറ്റർ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ കേക്ക് ടിന്ന് നമുക്ക് ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഞാനിവിടെ വലിയൊരു കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ഇഷ്ടത്തിന് ഏത് വേണമെങ്കിലും എടുക്കാം.
പിന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള വലിയൊരു ബിയാൻ പൊട്ടിലേക്ക് ഈ കേക്ക് ടിന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ബ്രൗണി ഉണ്ടാക്കാൻ വേണ്ട സമയം എന്ന് വെച്ചാൽ ഒരു 30-35 മിനിറ്റാണ് വേണ്ടത്. അപ്പോൾ ഒരു 35 മിനിറ്റാണ് ഞാനിവിടെ വെച്ചിട്ടുള്ളത്. ഒരു 10 മിനിറ്റിന് ശേഷം ഞാൻ ഈ ബാറ്ററിലേക്ക് കുറച്ച് ഗ്രേറ്റ് ചെയ്ത ചോക്ലേറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളങ്ങനെ തുറന്നെന്ന് വിചാരിച്ചിട്ടൊന്നും കേക്കിൻ്റെ പോലെ പ്രശ്നം ഈ ബ്രൗണിക്ക് ഉണ്ടാവില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ആദ്യം ഇടണമെങ്കിൽ ഇടാം. പിന്നെ ചോക്കോ ചിപ്സോ അത് നമ്മളെ ഇഷ്ടത്തിന് എന്ത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു 35 മിനിറ്റ് കഴിഞ്ഞിട്ടുള്ള കേക്കാണിത്. അപ്പോൾ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇവിടെ വേവാനൊന്നുമില്ല, നല്ല റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പം നല്ല സ്മൂത്തായിട്ട് തന്നെ കട്ട് ചെയ്യാനൊക്കെ കിട്ടുന്നുണ്ട്. ഇതൊരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതുമാണ്. നമുക്ക് കുട്ടികൾക്കൊക്കെ ഒരു തവണ ഉണ്ടാക്കി കൊടുത്താൽ അവർ പിന്നെയും വേണമെന്ന് പറയും. അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഒരു തവണ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.